So welcome back to the channel. So നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ് ആണ്. എന്താണ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ്? അതായത് നമ്മുടെ മെഷീൻ ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫീച്ചേഴ്സ് ആണ് എന്ത് ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയാം. ആ ഫീച്ചേഴ്സ് ഒക്കെ എന്തായിരിക്കും മോർ റിലേറ്റഡ് ടു സോഫ്റ്റ്വെയർ ആയിരിക്കും ദാൻ മെഷീൻ ആർക്കിടെക്ചർ. നമുക്കൊരു ടോട്ടൽ ഓഫ് 5 ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ് പഠിക്കാനുള്ള. ഫസ്റ്റ് വൺ ആണ് ലിറ്ററൽസ്, സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എക്സ്പ്രഷൻസ്, പ്രോഗ്രാം ബ്ലോക്സ്, കൺട്രോൾ സെക്ഷൻസ്. ഫസ്റ്റ് വൺ ലിറ്ററൽസ്. അപ്പോൾ എന്താണ് ഒരു ലിറ്ററൽ? അതായത് ഒരു പ്രോഗ്രാമറിന് ഒരു കോൺസ്റ്റൻറ്റ് ഓപ്പറാൻഡ് വാല്യൂ ഇൻസ്ട്രക്ഷനിൽ ഈസി ആയിട്ട് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറാൻഡ് ആണ് എന്ത് ലിറ്ററൽ. അതായത് ലിറ്ററൽ മീൻസ് ദ വാല്യൂ ക്യാൻ ബി സ്റ്റേറ്റഡ് ലിറ്ററലി ഇൻ ദ ഇൻസ്ട്രക്ഷനിൽ നമുക്ക് ലിറ്ററലി വാല്യൂ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറാൻഡുകളാണ് എന്ത് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ അവോയ്ഡ്സ് ഡിഫൈനിങ് ദ കോൺസ്റ്റൻറ്റ് എൽസ്വെയർ ഇൻ ദ പ്രോഗ്രാം മേക്കിംഗ് എ ലേബൽ ബിഫോർ ഇറ്റ്. അതായത് വേറെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിന് പകരം അതിനൊരു മേക്കിംഗ് ഒരു ലേബലും കൊടുത്ത് തന്നെ മേക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലി ഇൻസ്ട്രക്ഷനിൽ തന്നെ നമുക്ക് ആ വാല്യൂ ലിറ്ററലി സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലിറ്ററൽസ്. അതിൻ്റെ പ്രിഫിക്സ് ഈക്വൽ വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുമാത്രമല്ല ഇറ്റ് വിൽ ബി ഫോർവേഡ് ബൈ എ ലിറ്ററൽ വാല്യൂ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് LDA ഈക്വൽ ടു CEOF. ഓക്കെ, സോ ദ എക്സാമ്പിൾ എബോവ് എന്ന് പറഞ്ഞ ഒരു 3 ബൈറ്റ് ഓപ്പറാൻഡ് ആണ് ഹൂസ് വാല്യൂ ഇസ് എന്താണ് ക്യാരക്ടർ സ്ട്രിംഗ് ആണ്. EOF ആണ് ഇവിടുത്തെ ലിറ്ററൽ വാല്യൂ. ഓക്കെ, ദ ഒബ്ജക്റ്റ് കോഡ് ഫോർ ദ ഇൻസ്ട്രക്ഷൻ ആണ് ഈ ബാക്കി മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ലിറ്ററൽ. നെക്സ്റ്റ് വരുന്ന നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചറാണ് സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് മോസ്റ്റ് ഓഫ് ദ അസംബ്ലേഴ്സ് പ്രൊവൈഡ് ആൻ അസംബ്ലർ ഡയറക്റ്റീവ് ദാറ്റ് അലോസ് എ പ്രോഗ്രാമർ ടു ഡിഫൈൻ ദ സിമ്പിൾസ് ആൻഡ് സ്പെസിഫൈ ദ വാല്യൂ. സോ മോസ്റ്റ് ഓഫ് ദ അസംബ്ലർ എന്താണ് ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ഇത് പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ്? ടു അലോ ദ പ്രോഗ്രാമർ ടു ഡിഫൈൻ ദ സിമ്പിൾസും അതേപോലെ അതിൻ്റെ സ്പെസിഫിക് വാല്യൂസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, അസംബ്ലർ ഡയറക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദ അസംബ്ലർ ഡയറക്റ്റീവ് യൂസ്ഡ് ഫോർ EQU. അതന്നെ നമ്മൾ ആ ഒരു ഡയറക്റ്റീവാണ് എന്താണ് EQU എന്ന് പറയും. അതായത് അതിൻ്റെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. സിമ്പിൾ കാണും, EQ അതായത് ഇക്വേറ്റ് കാണും, വാല്യൂ കാണും. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം. നോക്കിയാൽ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മാക്സ് ലെന്ത് EQU 4096 പ്ലസ് LDT ഹാഷ് മാക്സ് ലെന്ത്. നമ്മളിവിടെ ഒരു സിമ്പിൾ കൊടുത്തല്ലേ, മാക്സ് ലെന്ത് എന്ന് പറഞ്ഞ സിമ്പിൾ ഈക്വൽ ടു എന്താ കൊടുത്താൽ 4096 എന്നാണ്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്ലസ് LDT ഹാഷ് മാക്സ് ലെന്ത്. അതായത് ഇനി എവിടെയൊക്കെ നമ്മൾ മാക്സ് ലെന്ത് യൂസ് ചെയ്യുമോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ആ സിമ്പിളിൻ്റെ വാല്യൂ ആണ് 4096. അതായത് ഇപ്പം പ്ലസ് LDTയുടെ വാല്യൂ എന്താണ്, ഓട്ടോമാറ്റിക് 40 ഇക്വേറ്റ് എന്നാണ് ഈക്വൽ ടു 4096ന് അതെന്തായി ഈക്വലായി. മനസ്സിലായോ? അതാണ് ഇക്വേറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതേപോലെ തന്നെ നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ കാര്യം അത് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നത് ORG സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ EQ പഠിച്ചു. നെക്സ്റ്റ് അതേപോലെ ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ആണ് ORG. ദിസ് അസംബ്ലർ ചേഞ്ചസ് the value in the location counter. Location counterലെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ദിസ് ഡയറക്റ്റീവ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻഡയറക്ട്ലി അസൈൻ വാല്യൂ. ഇൻഡയറക്റ്റ് ആയിട്ട് സിമ്പിൾസിന് വാല്യൂസ് അസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്റ്റീവാണ് ORG. എൻ്റെ മെയിൻ പേര് ഒറിജിൻ എന്നാണ്. ദ ഡയറക്റ്റീവ് ഈസ് യൂഷ്വലി കോൾഡ് ORG ഫോർ ഒറിജിൻ. ഇറ്റ്സ് ജനറൽ ഫോർമാറ്റ് ആണ്. ORGയും കാണും, വാല്യൂയും കൂടെ എൻ്റെ കൂടെ കാണും. ഇങ്ങനെ ആയിരിക്കും. നോക്കിക്കേ, വെയിറ്റ് എവിടെ ആയിരിക്കും ORG? നോക്കിക്കോ, ഇവിടെ കണ്ടോ ORG estab കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ORG എന്ത് estab പ്ലസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അലോക്കേറ്റ്സ് 1000 ഇത്ര ഒരു അലോക്കേറ്റ്സ് കൊടുത്തിട്ടുണ്ടല്ലേ ടു ദ ലേബിൾ. എസ്റ്റാബിന് ഒരു റിസർവ് ബൈറ്റ് ആണ്. റിസർവ് ബൈറ്റ് എത്ര റിസർവ് ബൈറ്റ് കൊടുത്തു, 1100 ബൈറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ORG എന്താണ് estab ഇനിഷ്യലൈസ് ദ ലൊക്കേഷൻ കൗണ്ടർ ടു ദ വാല്യൂ ഓഫ് estab. എസ്റ്റാബിലോട്ട് എന്ത് ചെയ്തു, ലൊക്കേഷൻ കൗണ്ടർ അസൈൻ ചെയ്തു. അതായത് ഇപ്പോൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എത്രയാണ്, 1100. ഓക്കെ അല്ലേ? അതാണ് ഒറിജിൻ. ഓക്കെ, നെക്സ്റ്റ് വരും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചറാണ് എക്സ്പ്രഷൻ. സോ എന്താണ് എക്സ്പ്രഷൻ? അസംബ്ലേഴ്സ് ഓൾസോ അലോ യൂസ് ഓഫ് ദ എക്സ്പ്രഷൻ ഇൻ ദ പ്ലേസ് ഓഫ് ഓപ്പറാൻഡ്സ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷനിലെ ഓപ്പറാൻഡ്സിൻ്റെ പ്ലേസിൽ അസംബ്ലർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്? അസംബ്ലർ ജനറലി അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ഫോർമഡ് അക്കോർഡിംഗ് ടു നോർമൽ റൂൾസ് യൂസിങ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ കുറച്ച് എക്സ്പ്രഷൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത് പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്
ഇതൊക്കെ ഓക്കെ. ഈച്ച് സച്ച് എക്സ്പ്രഷൻ മസ്റ്റ് ബി ഇവാലുവേറ്റ് ടു ജനറേറ്റ് എ സിംഗിൾ ഓപ്പറൻറ്റ് വാല്യൂ, അല്ലെങ്കിൽ അഡ്രസ്സിനെ ആയിരിക്കും എന്ത് ചെയ്യും ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇതാ കൊടുത്തിട്ടുണ്ട്, ബഫ് ആൻഡ് ഇ ക്യൂ സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓൺലി സ്പെഷ്യൽ ടേം യൂസ്ഡ് സ്റ്റാർ, അതാണ് എന്ത് മെയിൻലി യൂസ് ചെയ്യുന്നത്. കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടറാണ് ഈ സ്റ്റാർ എന്ത് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് അൺസൈൻഡ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ബഫ് ആൻഡ് ഇ ക്യൂ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അസൈൻസ് എ വാല്യൂ ടു ബഫ് ആൻഡ് വിച്ച് ഈസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ബൈറ്റ് ഫോളോഡ് ബൈ ദ ബഫർ ഏരിയ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് പഠിക്കുള്ള പ്രോഗ്രാം ബ്ലോക്സ്. എന്താണ് പ്രോഗ്രാം ബ്ലോക്സ്? പ്രോഗ്രാം ബ്ലോക്സ് അലോ ദ ജനറേറ്റഡ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ടു അപ്പിയർ ഇൻ ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ഡിഫറെൻറ്റ് ഓർഡർ ബൈ സെപ്പറേറ്റിംഗ് ദ ബ്ലോക്സ് ഫോർ സ്റ്റോറിംഗ് കോഡ്, ഡേറ്റ, സ്റ്റാക്ക് ആൻഡ് ലാർജ് ഡേറ്റ. മെയിൻലി പ്രോഗ്രാം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെഗ്മെന്റ് ഓഫ് കോഡാണ് ദാറ്റ് ആർ റീഅറേഞ്ച് വിത്ത് എ സിംഗിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാം യൂണിറ്റ്. ഒരു വിത്തിന് സിംഗിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാം യൂണിറ്റ് റീഅറേഞ്ച് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഓഫ് കോഡാണ് എന്ത് പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മെയിൻലി ആയിട്ട് യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് എന്ന് പറഞ്ഞ അസംബ്ലർ ഡയറക്റ്റീവ് ഇൻഡിക്കേറ്റ്സ് വിച്ച് പോർഷൻ ഓഫ് ദ പ്രോഗ്രാം ബിലോങ് ടു വേരിയസ് ബ്ലോക്ക്. ആ ഒരു ഏത് പോർഷൻ, ആ പ്രോഗ്രാമിലെ ഏത് പോർഷനാണ് ഏത് ബ്ലോക്കിൽ യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണെന്ത് യൂസ്. ഓക്കെ, നമ്മളിതാ ഇവിടെ യൂസ് സി ഡേറ്റ, അതായത് സി ഡേറ്റ ബ്ലോക്കിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ യൂസ് സി ബ്ലോക്ക്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഏത് ബ്ലോക്കിലാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത് യൂസ് എന്ന് പറഞ്ഞ എന്ത് അസംബ്ലർ ഡയറക്റ്റീവ്. ഇതാ നോക്കിക്കോ, ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ട് എണ്ണമുണ്ട്. പാസ് 1 ആൻഡ് പാസ് 1ൻ്റെ പ്രോഗ്രാം ബ്ലോക്കും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ ആണ് എന്ത് കൺട്രോൾ സെക്ഷൻ. So what is a control section? A control section is a part of program that maintains its identity after assembly. Each control section can be loaded and relocated independently of others. അപ്പോൾ control section എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടാണ് that maintains its identity. അസംബ്ലി ശേഷം എന്ത് ചെയ്യും ആ ഒരു ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് control sections can be loaded and relocated independently of others. ഓക്കെ, ഡിഫറെൻറ്റ് കൺട്രോൾ സെക്ഷൻസ് ഉണ്ട്. മോർ ഓഫൺ യൂസ് ഇറ്റ് ഫോർ സബ് റൂട്ടീൻസ്, അതേപോലെ ലോജിക്കൽ സബ്ഡിവിഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കൺട്രോൾ സെക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞു. സിൻസ് കൺട്രോൾ സെക്ഷൻസ് നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻ്റ്ലി ലോഡഡ് ആൻഡ് റീലൊക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു ഇല്ലേ. അസംബ്ലർ ഈസ് അണേബിൾ ടു പ്രോസസ് ദീസ് റെഫറൻസസ് ഇസ് ദ യൂഷ്വൽ വേ. സച്ച് റെഫറൻസസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൺട്രോൾ സെക്ഷൻസ് തമ്മിലുള്ള റെഫറൻസസ് നമ്മൾ എന്താണ് എക്സ്റ്റേണൽ റെഫറൻസസ് എന്ന് പറയും. ഓക്കെ, സോ ഇപ്പോൾ ഈ അസംബ്ലർ ജനറേറ്റ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ഈച്ച് ഓഫ് ദ ഓരോ എക്സ്റ്റേണൽ റെഫറൻസിനെ പറ്റി അസംബ്ലർ എന്ത് ചെയ്യും ഓരോ ഇൻഫോർമേഷൻ എന്ത് ജനറേറ്റ് ചെയ്യും. ദാറ്റ് വിൽ അലോ ദ ലോഡർ ടു പെർഫോം റിക്വയർഡ് ലിങ്കിങ്. ഓക്കെ, റിക്കോർഡായിട്ട് ലിങ്കിങ്ങിന് അലോ ചെയ്യുന്ന ആ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും. നമ്മളിവിടെ കൺട്രോൾ സെക്ഷൻസിന് യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ് സി സെറ്റ് ആണ്. അതിൻ്റെ സിൻടാക്സ് നോക്കിയോ, കൺട്രോൾ സെക്ഷൻ നെയിം സി സെറ്റ്, സെപ്പറേറ്റ് ദ ലൊക്കേഷൻ കൗണ്ടർ ഫോർ ഈച്ച് കൺട്രോൾ സെക്ഷൻ. Control section differ from the program blocks in that they are handled separately by the assembler. Control sections program ആക്കുമായിട്ട് differ ആവുന്നത് എങ്ങനെയാണ്? Because they are handled separately by the assembler. Assembler separately ആണ് both എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത്. Symbols that are different in one control section may not be used directly in another control section. They must be identified as external reference. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കൺട്രോൾ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് മറ്റൊരു കൺട്രോൾ സെക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഐഡൻറ്റിഫൈഡ് ആസ് ദ എക്സ്റ്റേണൽ റെഫറൻസ് ഫോർ ദ ലോഡർ ടു ഹാൻഡിൽ. ലോഡറിന് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ടായിരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ദ എക്സ്റ്റേണൽ റെഫറൻസസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ 2 അസംബ്ലർ ഡയറക്റ്റീവ്സ് ആണ് എക്സ്റ്റേണൽ റെഫറൻസിനുള്ളത്. ഒന്ന് EXTDEFും EXTREF, അതായത് എക്സ്റ്റേണൽ ഡെഫിനിഷൻ ആൻഡ് എക്സ്റ്റേണൽ റെഫറൻസ്. External definition indicates it is a statement in the control section. Name symbols that are defined in this section but may not be used by other control section. അതായത് നമ്മൾ എക്സ്റ്റേണൽ റെഫറൻ്റ് ആയിട്ടുള്ള നെയിംസ് എന്ത് ചെയ്യുക, ഈ സിമ്പിൾ അതായത് ഈ എക്സ്റ്റേണൽ റെഫർ ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? EXTDEF യൂസ് ചെയ്തിട്ടാണ്. EXTREF യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ റെഫർ ചെയ്യുന്നത്. ഇറ്റ് നെയിംസ് സിമ്പിൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദിസ് സെക്ഷൻ ബട്ട് ആർ ഡിഫൈൻഡ്. ഓക്കെ, ഡിഫൈൻഡ് ഇൻ സം അതർ കൺട്രോൾ സെക്ഷൻ. വേറൊരു കൺട്രോൾ സെക്ഷനിൽ ഡിഫൈൻ ചെയ്തതിനെ റെഫർ ചെയ്യുന്നതാണ് EXTREF. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. EXTREF ഡെഫും റഫും. ഓക്കെ,
ഈ ഓരോ നമ്മൾ പറഞ്ഞ അസംബ്ലർ ഡയറക്റ്റീവിന് എന്തുണ്ട്, റെക്കോർഡുകളുണ്ട്. അത് നമ്മൾ പുതിയ 2 റെക്കോർഡ് വരും, ഡിഫൈൻ റെക്കോർഡും അതുപോലെ റെഫർ റെക്കോർഡും. അപ്പോൾ എന്താണ് ഈ ഡിഫൈൻ റെക്കോർഡ്? ഡിഫൈൻ റെക്കോർഡ് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദ എക്സ്റ്റേണൽ സിമ്പിൾസ് ദാറ്റ് ആർ നമ്മൾ അതായത് കൺട്രോൾ സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്ന എക്സ്റ്റേണൽ സിമ്പിൾസിൻ്റെ റെക്കോർഡ് ഇൻഫോർമേഷനാണ് ഡിഫൈൻ റെക്കോർഡിലുള്ളത്. ഇപ്പോൾ എന്താ റെഫർ റെക്കോർഡിലാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സിമ്പിൾസ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് ദ എക്സ്റ്റേണൽ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾസിൻ്റെ ലിസ്റ്റാണ് റെഫർ റെക്കോർഡിലുള്ളത്. ഓക്കെ, അതിൻ്റെ 2 ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിഫൈൻ റെക്കോർഡ് ആകുമ്പോൾ EXDEF അതിൻ്റെ കോളം 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന D ലെറ്റർ വെച്ച്, അതിന് കോളം 2 to 7 നെയിം ഓഫ് ദ എക്സ്റ്റേണൽ സിമ്പിൾ ഡിഫൈൻഡ് ഇൻ ദിസ് കൺട്രോൾ സെക്ഷൻ, കോളം 8 to 30 റിലേറ്റീവ് അഡ്രസ് വിത്തിൻ ദിസ് കൺട്രോൾ സെക്ഷൻ, കോളം 14 to 73 റിപ്പീറ്റ് ഇൻഫോർമേഷൻ ആണ് ഇൻ ഫോർ അതർ എക്സ്റ്റേണൽ സിമ്പിൾസ്. റെഫർ റെക്കോർഡിലാണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന R ലെറ്റർ വെച്ചിട്ടാണ്. കോൾ 2 to 7 നെയിം ഓഫ് ദ എക്സ്റ്റേണൽ സിമ്പിൾ റെഫർ ടു ദ കൺട്രോൾ സെക്ഷൻ, കോളം 8 to 73 നെയിം ഓഫ് അതർ എക്സ്റ്റേണൽ റെഫറൻസ് സിമ്പിൾസ്. ഓക്കെ, അത് യൂസ് ചെയ്തിരിക്കുന്നതാണോ? സോ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അസംബ്ലർ.